ബോൾസ് ലോ റിലേറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാർച്ച് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ആൻഡ് ബി റിപ്രസെന്റ് ടു ഗ്യാസ് സിലിണ്ടർ. The gas in the cylinder A is completely transferred to cylinder B, keeping temperature constant. രണ്ട് ഗ്യാസ് സിലിണ്ടർ തന്നിട്ടുണ്ട്. കമ്പയർ ദ ഗ്യാസ് പ്രഷർ ഇൻ സിലിണ്ടർ എ ആൻഡ് ബി. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്യാസ് പ്രഷർ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏതിനാ വോളിയം കൂടുതൽ, എക്കല്ലേ വോളിയം കൂടുതൽ. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും എന്താണ്, എക്ക് വോളിയം കൂടുതലാണ്, എയുടെ വോളിയം കൂടുതലാണ്. നമ്മുടെ അടുത്ത് ഗ്യാസ് പ്രഷറാണ് ചോദിച്ചത്. അപ്പോൾ ഗ്യാസ് പ്രഷർ കുറവാണ്. എന്തുകൊണ്ടാണ് ഗ്യാസ് പ്രഷർ കുറയുന്നത്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നൊരു ക്രൈറ്റീരിയ കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. കീപ്പിംഗ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. സോ വോളിയം പ്രഷർ എയിൽ കുറവായിരിക്കും. പ്രഷർ എ ഇവിടെയാണെങ്കിൽ വോളിയം കുറവാണ്, അപ്പോൾ പ്രഷർ കൂടുതലാണ്. പ്രഷർ ഇൻ എ ഈസ് ലെസ് ദാൻ പ്രഷർ ഇൻ ബി. അതായത് എയിലുള്ള പ്രഷർ ബിയിലെ പ്രഷറിനേക്കാളും കുറവാണ്. ബിയിലെ പ്രഷർ കൂടുതൽ എന്തുകൊണ്ടാണ്? വോളിയം കുറവാണ്, അതുകൊണ്ട് പ്രഷർ കൂടുതലായിരിക്കും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ. ഇത് ഏത് ലോയുമായിട്ട് റിലേറ്റഡ് ആണ്? വിച്ച് ഗ്യാസ് ലോ ഇസ് റിലേറ്റഡ് ടു ദിസ്? ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ബോയിൽസ് നിയമം, അതായത് ബോയിൽസ് ലോ വെച്ച് റിലേറ്റഡ് ആണ് ഈ ഗ്യാസിന്റെ പ്രഷർ. ഗ്യാസ് പ്രഷറും ഏത് ഗ്യാസ് ലോ ആയിട്ടാണ് ഇത് റിലേറ്റ് ചെയ്യുന്നത്? രണ്ട് ഗ്യാസ് സിലിണ്ടർ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, വോളിയം പ്രഷർ വിപരീത അനുപാതത്തിലാണ്. ഏതാണ്? ബോയിൽസ് ലോ ആണ്. 10 liters of a gas is kept in a cylinder at 2 atmosphere pressure, keeping the temperature constant. Temperature constant ആണ്. The gas is completely transferred to 20 liter cylinder. അതായത് 10 ലിറ്റർ ഉള്ള സിലിണ്ടറിലുള്ള ഗ്യാസ് പിന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, 20 ലിറ്റർ സിലിണ്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ന്യൂ പ്രഷർ ഓഫ് ദ ഗ്യാസ്? ഗ്യാസിന്റെ പ്രഷർ എത്രയായിരിക്കുന്നത്? നമുക്കറിയാം പി വി എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ ബോൾസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അപ്പോൾ പി ആദ്യത്തെ P1 ആദ്യത്തെ പ്രഷറിന് P1 എന്ന് കൊടുക്കാം. ആദ്യം നമുക്ക് തന്ന പ്രഷർ ഏതാണ്? 2 അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ 2 എന്ന് കൊടുക്കാം, 2 അറ്റ്മോസ്ഫിയർ. രണ്ടാമത് വന്ന വോളിയം ഫസ്റ്റ് വന്ന വോളിയം ഏതാണ്? V1. അത് എന്താണ്? 10 ആണ്. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് നോക്കിയാൽ നമുക്ക് കോൺസ്റ്റന്റ് കിട്ടൂലേ? P1 V1 ഒരു കോൺസ്റ്റന്റ് ആണ്. അത് എത്രയാണ്? 10 × 2 20 കിട്ടി. ഇനി നമുക്ക് നോക്കാം, നമുക്ക് അടുത്തത് നിങ്ങളുടെ ട്രാൻസ്ഫർ ചെയ്താൽ ഇപ്പോൾ കോൺസ്റ്റന്റ് 20 കിട്ടണം. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്താലും കോൺസ്റ്റന്റ് എത്രയായിരിക്കണം? 20 വേണം. അപ്പോൾ രണ്ടാമത്തെ സിലിണ്ടറിന്റെ വോളിയം എത്രയാണ്? V2 നമുക്ക് തന്നിട്ടുണ്ട് 20. P2 ആണ് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ 20 = 20 × P2 അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്ത് നോക്കാം. എത്ര കിട്ടും? 1. അപ്പോൾ P2 എത്രയാണ്? P2 1 അറ്റ്മോസ്ഫിയർ. P2 എത്രയാണ്? 1 അറ്റ്മോസ്ഫിയർ ആണെന്ന് നമുക്ക് ആൻസർ കിട്ടും. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ പ്രഷർ വെൻ ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ് 4 ലിറ്റർ അറ്റ് 300 കെൽവിൻ? നമുക്കൊരു ലിറ്റർ തന്നിട്ടുണ്ട്, 2 അറ്റ്മോസ്ഫിയർ തന്നിട്ടുണ്ട്, 300 കെൽവിൻ ഒക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ട് വിൽ ബി ദ പ്രഷർ വെൻ ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ് 4 ലിറ്റർ അറ്റ് 300 കെൽവിൻ? അപ്പോൾ ടെമ്പറേച്ചർ നോക്കൂ, നമ്മൾ രണ്ടിടത്തും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ഏത് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്? ബോയിൽസ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. മാർച്ച് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് പ്രഷർ അറിയാം, പ്രഷർ ആദ്യത്തേൻ്റെ അറിയാം, P1 V1 എന്ന് കൊടുക്കാം. ആദ്യത്തെ പ്രഷർ 2 അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ നാം P1 എന്താ ഇട്ട് കൊടുത്തു? 2 അറ്റ്മോസ്ഫിയർ എന്ന് കൊടുത്തു. അതിന്റെ V1 എന്ന് പറയുന്നത് 2 ലിറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് തന്നിരിക്കുന്നത് എന്താണ്? 4 ലിറ്റർ തന്നിട്ടുണ്ട്. പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രഷർ അറിയില്ല, P2 രണ്ടാമത്തെ പ്രഷർ അറിയില്ല. വാട്ട് വിൽ ബി ദ പ്രഷർ? വോളിയം എത്ര കൂട്ടിയെന്ന് അവർ പറഞ്ഞ 4 ലിറ്റർ കൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, P1 V1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ P × V1 ചെയ്യുമ്പോൾ 2 × 2, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 = P2 × V2. അതായത് P2 എത്രയാണ്? 4 ലിറ്റർ ആണ്. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. അതായത് ഇവിടെ കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും കോൺസ്റ്റന്റ്, ഇവിടെ ഇൻറ്റു ചെയ്താലും കിട്ടുമോ? അപ്പോൾ P2ന്റെ വാല്യൂ എത്രയായിരിക്കും? ഇവിടെ ഇൻറ്റു ആയിരുന്നു, ഈ 4 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 4/4 = 1 അറ്റ്മോസ്ഫിയർ എന്ന് കിട്ടി. സോ ഇതിന്റെ ആൻസർ എത്രയാണ്? 1 അറ്റ്മോസ്ഫിയർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ചാൾസ് ലോയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. The data given in the table shows the relation between the volume and temperature of a definite mass of gas. മാസ് എന്താണ്?
ഡെഫിനിറ്റ് ആണ്, അത് ചേഞ്ച് ചെയ്യുന്നില്ല. പ്രഷർ ആണ് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന സാധനം. അപ്പൊ അത് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സും വൈയും കണ്ടുപിടിക്കാം. എസും വൈയും കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. വി ബൈ ടി, വോളിയം ടെമ്പറേച്ചറും ഡിവൈഡ് ചെയ്യണം. അപ്പൊ വോളിയം അറിയാം 600 ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ എവിടെ എത്ര തന്നെയാണ് 300. അപ്പൊ എത്ര നമുക്ക് കിട്ടും? ഡിവൈഡ് ചെയ്ത് 2 കിട്ടും. ഇനി ഇവിടെ നോക്കാം, ഇവിടെ ആണെങ്കിൽ 800 ഡിവൈഡഡ് ബൈ 400, അതായത് 800നെ വി ബൈ ടി, വി എന്ന് വെച്ചാൽ വോളിയം അല്ലേ, വോളിയം എന്ന് പറയുന്നത് 800 ആണ്. 800 ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ, അപ്പൊ എത്ര കിട്ടി? ടെമ്പറേച്ചർ 400 ആണ്, ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോഴും 2 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വിച്ച് ഗ്യാസ് ലോ ഈസ് അപ്ലൈഡ് ഹിയർ? പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ CP നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചാൾസ് ലോ ആണ്. ആൻഡ് ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ്, ഇറ്റ് വിൽ ബേസ്റ്റ് ഗീവ് റീസ്റ്റർ. അതായത് ഒരു ഊതി വീർപ്പിച്ച ബലൂൺ സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൽ വെച്ചാൽ അത് പൊട്ടിപ്പോകുന്നതിന് കാരണം എന്താണ്? ടെമ്പറേച്ചർ, അതായത് താപനില കൂടുന്നതനുസരിച്ച് ബലൂണിലെ വോളിയം, വ്യാപ്തം കൂടുന്നു. അതാണ് അതിന് കാരണം. ടെമ്പറേച്ചർ കൂടുന്നു, വോളിയം കൂടുന്നു, അതാണ് അതിന് കറക്റ്റ് റീസൺ ആയിട്ട് പറയേണ്ടത്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നുകൂടി അവിടെ എഴുതാം.